വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. വിദേശ ക്രൂഡ് ഓയിൽ ഭീമന്മാരെ ആശ്രയിക്കുന്നതിന് പകരം ഇന്ത്യ സ്വന്തമായി മറ്റൊരു തന്ത്രം മെനഞ്ഞിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ആ തീരുമാനം ഇതാണ്: നമ്മുടെ വാഹനങ്ങൾ ഇനി മുതൽ കൂടുതൽ ഓടുക നമ്മുടെ സ്വന്തം നാട്ടിൽ ഉൽപ്പാദിക്കുന്ന ഇന്ധനം കൊണ്ടായിരിക്കും. പെട്രോളിൽ എഥനോൾ കലർത്തുന്നതിന്റെ അളവ് 30% വരെ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അനുമതി നൽകിയിട്ടുണ്ട്. 2026 മെയ് 15-ന് കേന്ദ്ര സർക്കാർ ഇതിന് പച്ചക്കൊടി കാണിച്ചതിന് പിന്നാലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS ഇതിനായിട്ടുള്ള പുതിയ ഔദ്യോഗിക നിയമങ്ങളും ഗുണനിലവാര വ്യവസ്ഥകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതുവരെ പരമാവധി 20% എഥനോൾ മാത്രമാണ് പെട്രോളിൽ കലർത്താൻ അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ ആ പരിധിയിൽ നിന്ന് മുന്നോട്ട് പോയി ഇനി മുതൽ E22, E25, E27, ഒടുവിൽ E30 എന്നീ ഉയർന്ന അനുപാതങ്ങളിൽ വരെ എഥനോൾ ഉപയോഗിക്കാനുള്ള മാനദണ്ഡങ്ങളാണ് BIS ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം? വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന്റെ അമിതമായിട്ടുള്ള ആശ്രയത്വവും ഇറക്കുമതിയും ഒറ്റയടിക്ക് കുറയും. ഒപ്പം വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണവും ഗണ്യമായി കുറയും. ഇതിനു പുറമെ നമ്മുടെ നാട്ടിലെ പഞ്ചസാര വ്യവസായത്തിനും ജൈവ ഇന്ധന മേഖലയ്ക്കും ഇത് വലിയ ഉണർവേകും. തദ്ദേശീയ ഉൽപാദനം വർദ്ധിക്കുന്നത് വഴി വലിയൊരു സാമ്പത്തിക കുതിച്ചാട്ടമാണ് ഈ മേഖലയിൽ ഉണ്ടാകാനും പോകുന്നത്. ഓൾ ഇന്ത്യ ഡിസ്റ്റിലറി അസോസിയേഷൻ ഈ തീരുമാനത്തെ വലിയ ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത്. കാരണം അവർക്കിത് ഗുണകരമാണല്ലോ. ഇത് ഇന്ത്യയുടെ എഥനോൾ പരിപാടിക്ക് ഏറ്റവും അനുയോജ്യമായ സമയമെടുത്ത തീരുമാനമാണെന്ന് അവർ വിലയിരുത്തുന്നു. ഈ 22 മുതൽ E30 വരെയുള്ള ഇന്ധനങ്ങൾക്കായി BIS പ്രഖ്യാപിച്ച മാനദണ്ഡങ്ങൾ കേവലം ഒരു വിജ്ഞാപനം മാത്രമല്ലെന്നും വരും കാലങ്ങളിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന സുപ്രധാന തീരുമാനമാണിതെന്നും അസോസിയേഷൻ പ്രസിഡന്റ് വിജേന്ദ്ര സിംഗ് വ്യക്തമാക്കി. ചുരുക്കത്തിൽ വിദേശ എണ്ണ കമ്പനികളുടെ താളത്തിന് തുള്ളാതെ സ്വന്തം മണ്ണിലെ ഇന്ധനം കൊണ്ട് കുതിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക്.